അൺഅക്കാഡമി കേരള PSC 10th ലെവൽ പ്രിലിമിനറി പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്ന നിങ്ങൾക്കായി ഒരുക്കുന്നു നേട്ടം എ 30-day ക്രാഷ് കോഴ്സ് ഫോർ 10th ലെവൽ പ്രിലിംസ്. 30 ദിവസത്തിലധികം നീണ്ടു നിൽക്കുന്ന ഈ ക്രാഷ് കോഴ്സിൽ പങ്കെടുക്കുന്നതിലൂടെ നിങ്ങൾക്ക് 10th ലെവൽ പ്രിലിമിനറി എക്സാമിൻ്റെ സിലബസിലെ മുഴുവൻ ടോപ്പിക്സും കവർ ചെയ്യാൻ കഴിയും. നിങ്ങളെ വിജയത്തിലെത്തിക്കാൻ അൺഅക്കാഡമിയുടെ ടോപ്പ് എഡ്യൂക്കേറ്റേഴ്സ് നേതൃത്വം നൽകുന്ന ഈ ബാച്ച് കോഴ്സിൽ നിങ്ങളെല്ലാവരും തന്നെ എൻറോൾ ചെയ്യൂ. ഓരോ സബ്ജക്ട്സും കൈകാര്യം ചെയ്യുന്ന എഡ്യൂക്കേറ്റേഴ്സിനെ നമുക്ക് പരിചയപ്പെടാം. നാച്ചുറൽ സയൻസ് ഷാഫി തോംസൺ, ഫിസിക്കൽ സയൻസ് ജാഫർ സാദിഖ്, ഫാക്ട്സ് അബൌട്ട് കേരള മുഹമ്മദ് റോഷൻ, കോൺസ്റ്റിറ്റ്യൂഷൻ ഹാജ മുഹമ്മദ്, ഫാക്ട്സ് അബൌട്ട് ഇന്ത്യ രാഹുൽ ചന്ദ്രൻ, കറണ്ട് അഫയേഴ്സ് സതീഷ് കുമാർ, മാത്സ് ഇസ്മായിൽ കാലടി. സോ ഗൈസ്, ഡോണ്ട് വേസ്റ്റ് യുവർ ടൈം. ഡിസംബർ 28 ആരംഭിക്കുന്ന ഈ ബാച്ച് കോഴ്സിൽ നിങ്ങളെല്ലാവരും തന്നെ ഇപ്പോൾ തന്നെ മറക്കാതെ എൻറോൾ ചെയ്യൂ. ഈ ഇൻഫർമേഷൻ നിങ്ങളുടെ ഫ്രണ്ട്സിന് പാസ് ചെയ്യൂ. ലെറ്റ്സ് ക്രാക്ക് ഇറ്റ്. എൻ്റെ എല്ലാ കൂട്ടുകാർക്കും അൺഅക്കാദമിയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. മെമ്മറി കോഴ്സ് എന്ന് പറയുന്ന ഈ ഒരു കോഴ്സിൽ ഒരുപാട് ലെസനുകൾ കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് ഞാൻ ആഡ് ചെയ്തിരുന്നു. തീർച്ചയായും സുഹൃത്തുക്കൾക്ക് അത് ഉപയോഗപ്പെടുന്നു എന്നറിഞ്ഞതിൽ വളരെയധികം സന്തോഷമുണ്ട്. നമ്മൾ പഠിച്ച കാര്യങ്ങൾ മറന്നു പോകാതിരിക്കുക എന്ന് പറയുന്നതാണ് ഈ ഒരു അവസരത്തിൽ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് പോലത്തെ എക്സാമുകൾ മുന്നിൽ കണ്ട് പഠിച്ചുകൊണ്ടിരിക്കുന്ന ഏവരുടെയും ലക്ഷ്യമെന്ന് പറയുന്നത്. അപ്പൊ അത്തരത്തിൽ പഠിച്ചത് മറന്നു പോകാതിരിക്കാനുള്ള ഇത്തരത്തിലുള്ള കോഡുകളുമായിട്ടാണ് നമ്മൾ ഈ ഒരു കോഴ്സ് കംപ്ലീറ്റ് ആയിട്ട് കണ്ടിന്യൂ ചെയ്തു പോകുന്നത്. ഇത്തരത്തിൽ ഒരുപാട് കോഡുകൾ നമ്മൾ ഇവിടെ ഉൾപ്പെടുത്താൻ ശ്രമിക്കുന്നതാണ്. അതുപോലെ കൂട്ടുകാരുടെ സജഷൻസിനനുസരിച്ച് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്ന ഭാഗത്ത് നിന്നുള്ള ചെറിയ കോഡുകളാണ് ഇവിടെ ഉൾപ്പെടുത്താൻ ശ്രമിച്ചിട്ടുള്ളത്. ഞാൻ ആദ്യമായി പറയട്ടെ, ഞാൻ ഈ കോഴ്സിന്റെ 1ാമത്തെ ലെസണിൽ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് ഇത് ഉപകാരപ്പെടുന്നുണ്ട്, നിങ്ങൾക്ക് ഇത് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയുന്നുണ്ട് എന്നുള്ളത് തോന്നിയാൽ മാത്രം നിങ്ങൾ ഇത് അക്സെപ്റ്റ് ചെയ്താൽ മതി. നിങ്ങൾ ഇത് മറ്റൊരു തരത്തിൽ പഠിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ ഒരിക്കലും നിങ്ങൾ ഇത് റീറൈറ്റ് ചെയ്യാൻ നിൽക്കരുത് എന്നുള്ളത്, ദയവ് ചെയ്ത് നിൽക്കരുത് എന്നുള്ളത് ആദ്യമായി തന്നെ പറയുകയാണ്. ഇവിടെ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്ന ഭാഗത്ത് നിന്ന് PSC സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു ഏരിയയാണ്. നമ്മളുടെ ഓരോ ഭാഗങ്ങൾ, ഓരോരോ കാര്യങ്ങൾ കടമെടുത്തത് ഏത് രാജ്യത്തിൻ്റെതായെന്ന് എന്നുള്ള രീതിയിലുള്ള ചോദ്യങ്ങൾ വരാറുണ്ട്. അപ്പൊ അത്തരത്തിൽ ബ്രിട്ടനിൽ നിന്നും അമേരിക്കയിൽ നിന്നും ഇന്ത്യ കടമെടുത്ത കൺസെപ്റ്റുകൾ ഒരു കോഡ് രൂപത്തിൽ അവതരിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. നിങ്ങൾ ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ അക്സെപ്റ്റ് ചെയ്യുകയും കൂട്ടുകാരിലേക്ക് എത്തിച്ചു കൊടുക്കാനും മറക്കരുത് എന്നുള്ളത് ആദ്യമായി ഓർമ്മിപ്പിക്കുന്നു. നമുക്ക് നോക്കാം എന്തൊക്കെയാണെന്നുള്ളത്. ബ്രിട്ടനിൽ നിന്ന് ഇന്ത്യ ഒരുപാട് കൺസെപ്റ്റുകൾ കടമെടുത്തിട്ടുണ്ട്. ആദ്യം ആ കൺസെപ്റ്റുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. സ്പീക്കർ എന്ന് പറയുന്ന കൺസെപ്റ്റ് ഇന്ത്യ കടമെടുത്തത് ബ്രിട്ടനിൽ നിന്നാണ്. ക്യാബിനറ്റ് എന്ന് പറയുന്ന കൺസെപ്റ്റ് കടമെടുത്തത് ബ്രിട്ടനിൽ നിന്നാണ്. പാർലമെന്ററി ഗവൺമെന്റ് എന്ന് പറയുന്ന വളരെ പ്രധാനപ്പെട്ട കൺസെപ്റ്റ് കടമെടുത്തത് ബ്രിട്ടനിൽ നിന്നാണ്. അതുപോലെ തന്നെ ബൈക്യാമറൽ അസംബ്ലി, ദ്വിമണ്ഡല സഭ കടമെടുത്തത് എവിടെ നിന്നാണ്? ഇന്ത്യ കടമെടുത്തത് ബ്രിട്ടനിൽ നിന്നാണ്. സിംഗിൾ സിറ്റിസൺഷിപ്പ്, ഏക പൗരത്വം എന്ന് പറയുന്ന വളരെ പ്രധാനപ്പെട്ട കൺസെപ്റ്റ് കടമെടുത്തത് ബ്രിട്ടനിൽ നിന്നാണ്. നിയമവാഴ്ച എന്ന് പറയുന്ന, റൂൾ ഓഫ് ലോ എന്ന് പറയുന്ന കൺസെപ്റ്റും കടമെടുത്തത് ബ്രിട്ടനിൽ നിന്നാണ്. അതുപോലെ തന്നെ ഈക്വാലിറ്റി ബിഫോർ ലോ എന്ന് പറയുന്ന കൺസെപ്റ്റ് കടമെടുത്തതും ബ്രിട്ടനിൽ നിന്നാണ്. അപ്പൊ ഇത്തരത്തിൽ ഒരുപാട് രാജ്യങ്ങളിൽ കടമെടുത്ത ഒരുപാട് കൺസെപ്റ്റുകൾ പഠിക്കുന്ന സമയത്ത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകാനുള്ള ഒരു പോസിബിലിറ്റി നന്നായിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ഇവിടെ ഒരു കോഡ് അവതരിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് എത്തിച്ചു കൊടുക്കാനും മറക്കരുത്. ഞാൻ പറയുകയാണ് ഒന്നുകൂടി. സ്പീക്കർ, ക്യാബിനറ്റ്, പാർലമെന്ററി ഗവൺമെന്റ്, ബൈ ക്യാമറൽ അസംബ്ലി, സിംഗിൾ സിറ്റിസൺഷിപ്പ്, നിയമവാഴ്ച, ഈക്വാലിറ്റി ബിഫോർ ലോ. ഏതൊക്കെയാണ്? സ്പീക്കർ, ക്യാബിനറ്റ്, പാർലമെന്ററി ഗവൺമെന്റ്, ബൈ ക്യാമറൽ അസംബ്ലി, സിംഗിൾ സിറ്റിസൺഷിപ്പ്, നിയമവാഴ്ച അല്ലെങ്കിൽ റൂൾ ഓഫ് ലോ, അതുപോലെ തന്നെ ഈക്വാലിറ്റി ബിഫോർ ലോ. ഈ കാര്യങ്ങൾ 1-2 പ്രാവശ്യം വായിച്ച് മനസ്സിലേക്ക് എടുത്താൽ മാത്രമേ നമ്മളെ കോഡ് എളുപ്പത്തിൽ നിങ്ങൾക്ക് മനസ്സിലാവുകയുള്ളൂ. കോഡ് ഇത്രയേ ഉള്ളൂ. ബ്രിട്ടനിൽ സ്പീക്കർക്ക് കപ്പയും ബിസ്ക്കറ്റും നിയമപരമായി ഈക്വൽ ആണ്. വളരെ സിമ്പിൾ ആണ്, കാര്യം മനസ്സിലാക്കി വെക്കുക. ബ്രിട്ടനിലാണ് ഇങ്ങനെ ഒരു സംഭവം നടക്കുന്നത്. എല്ലാവരും ശ്രദ്ധിക്കുക, ബ്രിട്ടനിലാണ് ഇങ്ങനെ ഒരു സംഭവം നടക്കുന്നത്. ബ്രിട്ടനിൽ സ്പീക്കർക്ക് കപ്പയും ബിസ്ക്കറ്റും, സ്പീക്കർ എന്ന് പറയുന്ന ഒരു പൊസിഷനൊക്കെ ആലോചിച്ച് മനസ്സിലേക്ക് എടുക്കുക. സ്പീക്കർക്ക് കപ്പയും ബിസ്ക്കറ്റും നിയമപരമായി ഈക്വൽ ആണ്. എന്തോ ഒരു കേസിന്റെ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് വന്ന ഒരു ന്യൂസ് ആണെന്ന് വിചാരിക്കാം. ഓക്കെ,
ബ്രിട്ടനിൽ സ്പീക്കർക്ക് കപ്പയും ബിസ്ക്കറ്റും നിയമപരമായി ഈക്വൽ ആണ്. എന്തൊക്കെയാണ് കോഡിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്? ഇത് ആർക്കെങ്കിലും ബോറിംഗ് ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് എന്ത് ചെയ്യരുത്, ഇത് അക്സെപ്റ്റ് ചെയ്തരുത്. ഒരുപാട് പാവപ്പെട്ടവർ ഇവര് ഒരുപാട് കോഡുകൾക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ കിണഞ്ഞ് പരിശ്രമിക്കുന്നുണ്ട്. അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു കൺസെപ്റ്റ് പറഞ്ഞു കൊടുക്കുന്നത്. വലിയ വലിയ രീതിയിൽ ചിന്തിക്കുന്ന വലിയ വലിയ കാര്യങ്ങൾ മാത്രം ഫോക്കസ് ചെയ്യുന്നവർക്ക് ഇതൊന്നും തീർച്ചയായിട്ടും ഉപകാരപ്പെടണമെന്നില്ല. അപ്പൊ ആരും തന്നെ കോഴ്സിനെ നല്ല നെഗറ്റീവായി ചിത്രീകരിക്കരുത്. ഉപകാരപ്പെടുന്നവർ ഒരുപാട് പേരുണ്ട്, അവർക്ക് വേണ്ടിയിട്ടാണ് ഇത് ചിത്രീകരിക്കുന്നത്. കോഡ് ഇത്രയേ ഉള്ളൂ: ബ്രിട്ടനിൽ സ്പീക്കർക്ക് കപ്പയും ബിസ്ക്കറ്റും നിയമപരമായി ഈക്വൽ ആണ്. എന്തുകൊണ്ടോ ബ്രിട്ടനിൽ അങ്ങനെയാണ് സ്പീക്കർക്ക് കേട്ടോ, കപ്പയും ബിസ്ക്കറ്റും നിയമപരമായി ഈക്വൽ ആണ്. ഓക്കെ, എന്തൊക്കെയാണ് അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്? സ്പീക്കർക്ക് സ്പീക്കർ ശരിയാണ്. കപ്പയിലെ കായും പായും സെപ്പറേറ്റ് ചെയ്യുന്നു. ക്യാബിനറ്റ്, പാർലമെന്റ് ഗവൺമെന്റ്, ക്യാബിനറ്റ് പാർലമെന്റ് ഗവൺമെന്റിന് കപ്പ ക്യാബിനറ്റ് പാർലമെന്റ്. ഓക്കെ, സ്പീക്കർക്ക് ക്യാബിനറ്റും പാർലമെന്റും അല്ലെങ്കിൽ കപ്പയും ബിസ്ക്കറ്റും, ക്യാബിനറ്റ് പാർലമെന്റ് കപ്പയും ബിസ്ക്കറ്റും, ബിസ്ക്കറ്റിലുള്ള ബിസ് ആണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ബൈ കാമറൽ അസംബ്ലി, എസ് ഫോർ സിംഗിൾ സിറ്റിസൺഷിപ്പ്, ബൈ ഫോർ ബൈ കാമറൽ അസംബ്ലി, എസ് ഫോർ സിംഗിൾ സിറ്റിസൺഷിപ്പ്. നിയമപരമായി, നിയമം എന്നുള്ളതിൽ നിന്ന് റൂൾ ഓഫ് ലോ, നിയമവാഴ്ച എന്നുള്ളത് ഓർത്തിരിക്കുക. നിയമപരമായി ഈക്വൽ ആണ് എന്നുള്ളതിൽ നിന്ന് ഈക്വൽ ബിഫോർ ലോ എന്നുള്ളതും ഓർത്തിരിക്കുക. ഒരുപാട് പേർക്ക് ഇത് ഉപകാരപ്പെടും. തീർച്ചയായും നിങ്ങൾക്ക് ഉപകാരപ്പെട്ടാൽ കൂട്ടുകാരിലേക്ക് എത്തിച്ചു കൊടുക്കാനും മറക്കരുത്. കോഡ് ഇത്രയേ ഉള്ളൂ: ബ്രിട്ടനിൽ സ്പീക്കർക്ക് കപ്പയും ബിസ്ക്കറ്റും നിയമപരമായി ഈക്വൽ ആണ്. ബ്രിട്ടനിൽ സ്പീക്കർക്ക് കപ്പയും ബിസ്ക്കറ്റും നിയമപരമായി ഈക്വൽ ആണ്. ഏതൊക്കെയാണ്? സ്പീക്കർ, ക്യാബിനറ്റ്, പാർലമെന്റ്, ബൈകാമറൽ അസംബ്ലി, സിംഗിൾ സിറ്റിസൺഷിപ്പ്, നിയമവാഴ്ച, ഈക്വാലിറ്റി ബിഫോർ ലോ. സ്പീക്കർ കപ്പയും, കപ്പ എന്നുള്ളതിൽ രണ്ട് ടേം ആണുള്ളത്, ക്യാബിനറ്റും പാർലമെന്റും. ബിസ്ക്കറ്റ് ബി ഫോർ ബൈകാമറൽ അസംബ്ലി, എസ് ഫോർ സിംഗിൾ സിറ്റിസൺഷിപ്പ്, നിയമപരമായി നിയമവാഴ്ച ഈക്വൽ ആണ്, ഈക്വാലിറ്റി ബിഫോർ ലോ. ഈ ഒരു കൺസെപ്റ്റ് നിങ്ങളുടെ മനസ്സിൽ എപ്പോഴെങ്കിലും തങ്ങി കിടക്കുകയാണെങ്കിൽ ഈ ഒരു കാര്യം, ഒരൊറ്റ കൺസെപ്റ്റ് പോലും ഇവിടെ നിങ്ങൾ വിട്ടു പോവില്ല എന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരുന്നു. ബ്രിട്ടനിലെ സ്പീക്കർക്ക് കപ്പയും ബിസ്ക്കറ്റും നിയമപരമായി ഈക്വൽ ആണ് എന്ന് പറയുന്ന കൺസെപ്റ്റ് ഓർത്തിരിക്കാൻ വളരെ സിമ്പിൾ ആണല്ലോ. അപ്പൊ ഇതിലുള്ള ഈ ഒരു കോഡ് നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ ഒന്നും തന്നെ നിങ്ങൾ മറന്നുപോയില്ല. കാരണം കപ്പ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഓപ്ഷൻ കാണുമ്പോഴെങ്കിലും മനസ്സിലാവും അതെന്തായിരിക്കും. എന്ന് പറയുന്നത് ക്യാബിനറ്റും, പി എന്ന് പറയുന്നത് എന്ന് പറയുന്നത് പാർലമെന്ററി ഗവൺമെന്റ് ആണെന്നുള്ളതും നിങ്ങളുടെ മനസ്സിലേക്ക് വരും. ബിസ് എന്നുള്ളതിലെ ബൈകാമറൽ അസംബ്ലി എന്നുള്ളതും സിംഗിൾ സിറ്റിസൺഷിപ്പ് എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പൊ അതും നിങ്ങളുടെ മനസ്സിലേക്ക് വരും. നിയമപരമായി നിയമവാഴ്ച ഈക്വൽ ആണ്, ഈക്വൽ ബിഫോർ ലോ എന്നുള്ളത് നിങ്ങളുടെ മനസ്സിലേക്ക് വരും. ഞാൻ ഗ്യാരണ്ടിയാണ്. തീർച്ചയായും ഒരുപാട് പേർക്ക് ഇത് ഉപകാരപ്പെടും. ഉപകാരപ്പെട്ടാൽ കൂട്ടുകാരിലേക്ക് എത്തിച്ചു കൊടുക്കാനും മറക്കരുത്. ഓക്കെ, അപ്പൊ ബ്രിട്ടൻ എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട രാജ്യമാണ്. ഒരുപാട് കാര്യങ്ങൾ കടമെടുത്തത് ബ്രിട്ടനിൽ നിന്നാണ്. അതുകൊണ്ടാണ് കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്തത്. അടുത്തത് നമുക്ക് നോക്കാം, അമേരിക്ക, USA നിന്ന് കടമെടുത്ത കാര്യങ്ങൾ എന്തൊക്കെയാന്ന് നോക്കാം. പ്രധാനപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ കടമെടുത്തത് USA നിന്നാണ്. സുപ്രീം കോർട്ട് എന്ന് പറയുന്ന ആശയം കടമെടുത്തത് USA നിന്നാണ്. പ്രിയാമ്പിൾ എന്ന് പറയുന്ന ആശയം കടമെടുത്തതും എവിടെ നിന്നാണ്? US നിന്നാണ്. ജുഡീഷ്യൽ റിവ്യൂ കടമെടുത്തത് USA നിന്നാണ്. ഫണ്ടമെന്റൽ റൈറ്റ്സ് വരെ ഇന്ത്യ കടമെടുത്തതാണെന്നുള്ള കാര്യം ഒന്ന് ആലോചിച്ച് വെക്കുക. അത് കടമെടുത്തത് എവിടെ നിന്നാണ്? അമേരിക്കയിൽ നിന്നാണ്. അപ്പൊ ഏതൊക്കെയാണ്? സുപ്രീം കോർട്ട്, പ്രിയാമ്പിള്, ജുഡീഷ്യൽ റിവ്യൂ, ഫണ്ടമെന്റൽ റൈറ്റ്സ്. സുപ്രീം കോർട്ട്, പ്രിയാമ്പിൾ, ജുഡീഷ്യൽ റിവ്യൂ, ഫണ്ടമെന്റൽ റൈറ്റ്സ്. ആ കാര്യങ്ങൾ 1-2 പ്രാവശ്യം ഉരുവിട്ട് മനസ്സിലേക്ക് ആവാഹിച്ചാൽ, കോഡ് ഒന്ന് കേട്ടാൽ തന്നെ ഈ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ മനസ്സിലേക്ക് വരും. അതാണ് ഇതിന്റെ പ്രത്യേകത. സംഭവം ഇത്രേ ഉള്ളൂ. ഉഷ സുപ്രീം കോർട്ടിൽ വെച്ചാണ് ജൂഡിന് ഫണ്ട് കൊടുത്തത്. ആരാണ്? ഉഷ എന്നുള്ളത് ഉദ്ദേശിക്കുന്നത് എന്താണ്? USA. ഉഷ. ഓക്കെ, ഉഷ USA സുപ്രീം കോർട്ടിൽ നിന്നാണ്. എവിടെ നിന്നാണ്? സുപ്രീം കോടതിയിൽ നിന്നാണ് ജൂഡിന് ഫണ്ട് കൊടുത്തത്. ജൂഡ് എന്ന് പറഞ്ഞ ഒരാളാണെന്ന് സങ്കല്പിക്കുക. ഉഷ എന്ന് പറയുന്നത് വേറൊരാളാണ്. ഓക്കെ, ജൂഡിന് ഫണ്ട് കൊടുത്തു. ഓക്കെ, ഫണ്ട് കൊടുത്ത് എവിടെ നിന്നാണ്? സുപ്രീം കോടതിയിൽ നിന്നാണ്. ഓക്കെ, സുപ്രീം കോർട്ടിൽ നിന്ന് 2 കാര്യങ്ങൾ നമ്മൾ അവിടെ പഠിക്കണം. സുപ്രീം എന്നുള്ളതിൽ സുപ്രീം കോർട്ട് ഒന്ന്, പിന്നെ പ്രിയാമ്പിൾ എന്നുള്ളതും അതിൽ തന്നെ പഠിക്കുക. ഓക്കെ, സുപ്രീം കോർട്ടിൽ നിന്നാണ് ജൂഡിന് ജുഡീഷ്യൽ റിവ്യൂ, ഫണ്ട് എന്നുള്ളത് കേൾക്കുമ്പോൾ തന്നെ ഫണ്ടമെന്റൽ റൈറ്റ്സ് ആണെന്നുള്ളത്
എന്നുള്ളത് നമ്മുടെ മനസ്സിലേക്ക് ഓട്ടോമാറ്റിക്കലി വരും. അപ്പൊ കൺസെപ്റ്റ് മനസ്സിലാക്കി വെക്കുക. ഉഷ സുപ്രീം കോർട്ടിൽ വെച്ചാണ് ജൂഡിന് ഫണ്ട് കടം കൊടുത്തത്. കടായിട്ടോ അല്ലെ ഇനി കൊടുക്കാനുള്ളതോ എന്തോ ആയിക്കോട്ടെ, സുപ്രീം കോർട്ടിൽ വെച്ചാണ് ജൂഡിന് ഫണ്ട് കൊടുത്തത്. ഓക്കെ, സുപ്രീം കോർട്ടിൽ വെച്ചാണ് ജൂഡിന് ഫണ്ട് കൊടുത്തത്. സുപ്രീം എന്നുള്ളതിൽ രണ്ട് കാര്യം ഉണ്ടെന്ന് ആലോചിക്കുക. സുപ്രീം കോർട്ടും ഉണ്ട്, പ്രിയാമ്പിളും ഉണ്ട്. ജൂഡിന്, ആരാണ് ജൂഡിന് ഫണ്ട്, ഫണ്ടമെന്റൽ റൈറ്റ്സ്, ജുഡീഷ്യൽ റിവ്യൂ, സുപ്രീം കോർട്ടിലെ സുപ്രീം കോർട്ടും പ്രിയാമ്പിളും. കാര്യങ്ങൾ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അപ്പോ രണ്ട് കഥകളാണ് പറഞ്ഞത്. ഉഷ സുപ്രീം കോർട്ടിൽ വെച്ചാണ് ജൂഡിന് ഫണ്ട് കടം കൊടുത്തത് എന്നും ബ്രിട്ടനിൽ സ്പീക്കർക്ക് കപ്പയും ബിസ്ക്കറ്റും നിയമപരമായി ഈക്വൽ ആണെന്നും. അപ്പോ ബ്രിട്ടനിൽ നിന്ന് കടമെടുത്ത കാര്യങ്ങളും USA നിന്ന് കടമെടുത്ത കാര്യങ്ങളും ഇനി നിങ്ങൾക്ക് മാറിപ്പോകില്ല എന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ കാനഡയിൽ നിന്നും അയർലൻഡിൽ നിന്നും ഓസ്ട്രേലിയയിൽ നിന്നും സോവിയറ്റ് യൂണിയനിൽ നിന്നും ജർമ്മനിയിൽ നിന്നും ഫ്രാൻസിൽ നിന്നും സൗത്ത് ആഫ്രിക്കയിൽ നിന്നും ഒക്കെ ഇന്ത്യ ഒരുപാട് കാര്യങ്ങൾ, കൺസെപ്റ്റുകൾ കടമെടുത്തിട്ടുണ്ട്. അതുമായിട്ടൊക്കെ ഞാൻ അടുത്ത ലെസനുകളിൽ ഉടൻ തന്നെ വരുന്നതായിരിക്കും, അതിനുള്ള ശ്രമങ്ങൾ നടത്തുന്നതായിരിക്കും എന്നുള്ളത് എന്റെ കൂട്ടുകാരോട് പറയുകയാണ്. ഇത് ഞാൻ പറഞ്ഞില്ലേ, കോഡുകളിലൂടെ പഠിക്കാൻ ഉപകാരപ്പെടുന്ന ഒരുപാട് പേരുണ്ട്. അവർക്ക് വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്. കൺസെപ്റ്റുകൾ ഇൻ ഡെപ്തിൽ പഠിക്കുന്ന ഒരുപാട് ബുദ്ധികളുണ്ട്. അവർക്കൊന്നും ഈ ഒരു കോഡ് ഉപയോഗിക്കാൻ സാധിക്കണമെന്നില്ല. അവർക്ക് ഇത് കേൾക്കുമ്പോൾ ഒരു തമാശയായി തോന്നിയേക്കാം. പക്ഷെ ഞാൻ ഉദ്ദേശിക്കുന്നത് അത് തന്നെയാണ്, തമാശയിലൂടെ കാര്യം പഠിക്കുക എന്നുള്ളതാണ്. അപ്പൊ ഇത്രേ എനിക്ക് പറയാനുള്ളൂ. ബ്രിട്ടനിൽ കപ്പയും ബിസ്ക്കറ്റും നിയമപരമായി സ്പീക്കർക്ക് ഈക്വൽ ആണ്. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇഷ്ടപ്പെട്ടാൽ കൂട്ടുകാരിലേക്ക് എത്തിച്ചു കൊടുക്കാൻ മറക്കരുത്. നന്ദി, നമസ്കാരം.